ഹായ് സ്റ്റുഡൻസ്, എൻവിറോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റിയിലെ മൊഡ്യൂൾ 2 സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ആ ഒരു പോർഷനിലെ എല്ലാ പോർഷൻസും കവർ ചെയ്തു. നമ്മൾ എനർജി മാനേജ്മെൻറ്റ് ആ ഒരു ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. എന്താണ് എനർജി റിസോഴ്സസ് അല്ലെങ്കിൽ എന്താണ് എനർജി? എനർജി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടും അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ടും വേണ്ട ഏറ്റവും ഒരു റിസോഴ്സസ് ആണ്, ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു റിസോഴ്സസ് ആണ് എനർജി എന്ന് പറയുമ്പോൾ. അത് ആ ഒരു എനർജി ഇപ്പോൾ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഈച്ച് ഡേയ്സിൽ ഓരോ ഡേയ്സിലും ഒരു 80-90% ആ ഒരു എനർജി എന്ന് പറഞ്ഞ റിസോഴ്സ് ഒരിക്കലും നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. കാരണം ഓരോ ഡേയ്സിലും ഓരോ ഹവറിലും ആ ഒരു റിസോഴ്സ് നമുക്ക് നിർബന്ധമാണ്. അതില്ലെങ്കിൽ നമുക്ക് പറ്റൂല. ആ ഒരു രീതിയിലോട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ അത് ഹീറ്റ് ആയിക്കാണ്ടും ഇലക്ട്രിസിറ്റി ആയിക്കാണ്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ആ ഒരു എനർജി ഉണ്ടാവുകയെന്ന് വെച്ചാൽ, പ്രൊഫഷണൽ ആകുമ്പോൾ മൊബൈല് അതുപോലെ തന്നെ അവിടുത്തെ ഓരോ വർക്കുകളിലും ഒക്കെ ഈ ഒരു ഇലക്ട്രിസിറ്റി ഇൻവോൾവഡ് ആയിട്ടുള്ള ഓരോ വർക്ക്സാണ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും അവോയ്ഡ് ചെയ്തിക്കാണ്ട് മറികടക്കാൻ പറ്റൂല. ഇനി ഒരു പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും തൻ്റെ വീട്ടിലാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ TV, ഫ്രിഡ്ജ്, പിന്നെ കിച്ചൺ ഉപകരണങ്ങൾ, ഇതിലൊക്കെ എന്താണ് അതൊക്കെ ഓണാക്കണമെങ്കിലും ഓഫാക്കണമെങ്കിലും അവിടെ ഹീറ്റ് എനർജി ഓർ ഇലക്ട്രിക് എനർജി അങ്ങനെ പലതരം എനർജികൾ അവിടെ കടന്നു പോകുന്നത് കൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഒരിക്കലും നമുക്ക് ഇത്തരം എനർജി റിസോഴ്സുകൾ ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓരോ വ്യക്തിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. എനർജി പല രീതിയിലോട്ടുണ്ട്. ലൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹീറ്റ് എനർജി, ഇലക്ട്രിക് എനർജി, അങ്ങനെ പല രീതിയിലോട്ടുള്ള എനർജീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ നിന്നും മറ്റൊരു ഒബ്ജക്റ്റിലോട്ട് കണക്ട് ചെയ്ത് പോകുന്നത്, ആ ഒരു ഒബ്ജക്റ്റ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിസോഴ്സാണ് എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് എനർജി. ഇവിടെ രണ്ട് രീതിയിലോട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എനർജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും അതൊരു കണ്ടിന്യൂസ് ആണ്. അതായത് നമ്മൾ എത്രത്തോളം റിസോഴ്സസ് യൂസ് ചെയ്യുന്നോ നമുക്ക് വീണ്ടും ആ ഒരു എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും അവിടെ ആ ഒരു എനർജി എന്താവില്ല, എക്സോസ്റ്റ് ആവില്ല, അതായത് നിന്ന് പോകില്ല. അത് വീണ്ടും അവിടെ റീപ്ലനിഷ് ചെയ്തുകൊണ്ട് അത് നമ്മൾ എത്ര യൂസ് ചെയ്താലും അതിനനുസരിച്ച് നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് പോവാം. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സോളാർ എനർജി, അതായത് സണ്ണിൽ നിന്നുള്ള എനർജികൾ, പിന്നെ ജിയോ തെർമൽ എനർജി, അതുപോലെ വിൻഡ് എനർജി, പിന്നെ ബയോമാസ്, പ്ലാന്റ്സ് എന്നൊക്കെ വരുന്നത്, പിന്നെ ഹൈഡ്രോ പവർ എനർജി എന്ന് പറയുമ്പോൾ ഈ മഴ, അങ്ങനത്തെ എനർജികളൊക്കെ ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവിടെ എക്സോസ്റ്റ് ആവില്ല. രണ്ടാമത്തെ എനർജി എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എത്രത്തോളം എനർജി, ഒരു ക്വാണ്ടിറ്റി ഓഫ് എനർജി യൂസ് ചെയ്താൽ അത് നമുക്ക് വീണ്ടും ഒരിക്കലും അത് നമുക്ക് കിട്ടൂല. ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീപ്ലനിഷ് ആവണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. നമ്മൾ റിന്യൂവബിൾ പോലെ തന്നെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റൂല. ഒരട്ടം യൂസ് ചെയ്താൽ അത് അതിൻ്റെ ക്വാണ്ടിറ്റി അതവിടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതവിടെ റീപ്ലനിഷ് ആയിട്ട് വരണം. അതാണ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ, അതുപോലെ തന്നെ ഗ്യാസ്, പെട്രോളിയം, കോള്. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് എനർജി. ഡിഫറൻസ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി. അപ്പോൾ റിന്യൂവബിളിൻ്റെ കേസിൽ നമ്മൾ ഒരട്ടം ആ ഒരു എനർജി യൂസ് ചെയ്താൽ വീണ്ടും നമുക്ക് അവിടെ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു എനർജി യൂസ് ചെയ്യാം. പക്ഷേ നോൺ റിന്യൂവബിളിൻ്റെ കേസിൽ അങ്ങനെ ഒരു വട്ടം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി അവിടെ കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റൂല. ഇനി റിന്യൂവബിളിൻ്റെ കേസിൽ പറയണത് നമുക്കത് ഇത്തരം എനർജികൾ ഒരിക്കലും എൻവിറോൺമെന്റിൽ നാശം ഉണ്ടാക്കില്ല, പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കില്ല. കാരണം അത് എൻവിറോൺമെന്റിൽ നേരെ കിട്ടുന്ന എനർജീസാണ്. പക്ഷേ നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഫുൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എനർജികളാണ്. അതായത് ഫോസിൽ ഫ്യൂവലിൽ നിന്ന് ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എനർജികളായത് കൊണ്ട് തന്നെ ഇത്തരം എനർജികളൊക്കെ നമ്മുടെ എൻവിറോൺമെന്റിനെ എഫക്റ്റ് ചെയ്തിട്ട് അത് പൊല്യൂഷൻ ഉണ്ടാക്കാൻ കാരണമാക്കുന്നു. മൂന്നാമത്, റിന്യൂവബിളിൻ്റെ കേസിൽ ഇതൊരിക്കലും എക്സോസ്റ്റബിൾ ആണ്. ഒരിക്കലും അവിടുത്തെ എനർജികൾ
നിന്ന് പോകൂല, സസ്റ്റൈനബിൾ ആണ്. അതായത് അവിടെ വീണ്ടും ആ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നോൺ റിന്യൂവബിളിൻ്റെ കേസിൽ ഒരിക്കലും അവിടെ സസ്റ്റൈനബിൾ അല്ല, അതൊരു എക്സ്ഹോസ്റ്റബിൾ ആണ്. കാരണം ഒരിക്കലും അവിടെ ഒരു വട്ടം യൂസ് ചെയ്ത ആ ഒരു എനർജി വീണ്ടും അത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചോളം ഇയേഴ്സ് എടുക്കും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് റിന്യൂവബിളിൻ്റെ കേസിൽ എഫക്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതായത് ഹ്യൂമൻസിനെ ഒരിക്കലും നോട്ട് എഫക്റ്റഡ് ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതായത് എൻവിറോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ഇത്തരം എനർജികൾ, അതായത് സോളാറിന്നും ബയോമാസിന്നും ജിയോ തെർമലിൽ കിട്ടുന്ന ഇത്തരം എനർജികൾ ഒരിക്കലും ഒരു ഹ്യൂമനെ എഫക്റ്റ് ചെയ്യൂല. പക്ഷേ നോൺ റിന്യൂവബിളിൻ്റെ കേസിൽ ഇത് മനുഷ്യരെ എഫക്റ്റ് ചെയ്യും. അതായത് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓരോ എനർജീസാണ്. അതായത് ന്യൂക്ലിയർ, ഗ്യാസ്, പെട്രോളിയം, ഇതൊക്കെ ഫാറ്റൽ ഡിസീസിന് കാരണമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റിന്യൂവബിളിൻ്റെ കേസിൽ എക്സാമ്പിൾസ് വരുമ്പോൾ നമ്മൾ ഈ സോളാർ എനർജി, തെർമൽ എനർജി, അതുപോലെ തന്നെ ജിയോ തെർമൽ എനർജി, പിന്നെ വിൻഡ് എനർജി, ബയോമാസ് എനർജി. പക്ഷേ നോൺ റിന്യൂവബിളിൻ്റെ എക്സാമ്പിൾസിൻ്റെ കേസിൽ വരുമ്പോൾ ന്യൂക്ലിയർ, ഗ്യാസ്, പെട്രോളിയം, കോള്, ഇതൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. അപ്പോൾ കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ ഇവിടെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് കൺവെൻഷനിലേക്കാണ് വരുന്നത്. നോൺ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ റിന്യൂവബിൾ റിസോഴ്സസും. അപ്പോൾ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എക്സ്ഹോസ്റ്റബിൾ ആണ്. നമ്മൾ എത്രത്തോളം ഇവിടെ കോൾസ് അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഇയേഴ്സ് കുറേ വർഷത്തോളം എടുക്കും. നോൺ കൺവെൻഷനൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എക്സ്ഹോസ്റ്റബിൾ ആണ്. ദെൻ കൺവെൻഷനലിൻ്റെ കേസിൽ ഇവിടെ ഈ കോളിൻ്റെ, പെട്രോളത്തിൻ്റെ, ഇതിൻ്റെയൊക്കെ സ്മോക്ക്, ആഷസ് ഒക്കെ ഇത് എൻവിറോൺമെൻറ്റിന് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. പക്ഷേ നോൺ കൺവെൻഷനലിൻ്റെ കേസിൽ അവിടെ പ്രത്യേകിച്ച് ഒരു പൊല്യൂഷനും നമ്മുടെ എൻവിറോൺമെൻറ്റിന് ഉണ്ടാക്കുന്നില്ല. പിന്നെ ദീസ് റിസോഴ്സസ് ആർ വെരി എക്സ്പെൻസീവ്. അതായത് കോള്, പെട്രോളിയം, ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റിസോഴ്സുകളാണ്. പക്ഷേ നോൺ കൺവെൻഷനലിൻ്റെ കേസിൽ അവിടെയുള്ള റിസോഴ്സസുകളൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോ എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോഴ്സസുകളാണ്. ഇതിൻ്റെ എക്സാമ്പിൾസ്, അതായത് കൺവെൻഷണൽ റിസോഴ്സസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് കോള്, ഗ്യാസ്, പെട്രോളിയം, അതൊക്കെയാണ്. നോൺ കൺവെൻഷനിൽ സോളാർ എനർജി, വിൻഡ് എനർജി, അതുപോലെ തന്നെ ജിയോ തെർമൽ എനർജി, ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് എനർജി മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് എനർജി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് ആൻഡ് പ്രോസസ് ആണ്. ഈ ആക്ഷൻസും പ്രോസസ്സൊക്കെ അവർ എന്തിനാണ് എയിം ചെയ്യണതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു എനർജീനെ അതിൻ്റെ യൂസ്, അതിൻ്റെ കൺസപ്ഷൻ മാക്സിമം കുറക്കുക എന്നുള്ളതാണ് ഇവിടെ എയിം ചെയ്യണത്. അതുപോലെ തന്നെ അതിൻ്റെ മേലുള്ള ആ ഒരു കോസ്റ്റ് നല്ല രീതിയിലോട്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും അത് കൺസ്യൂമേഴ്സിനെ എഫക്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലോട്ട് അതിൻ്റെ കോസ്റ്റിന് വളരെയധികം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ് ഈ എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എനർജി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങൽ, അതായത് പ്രൊക്യൂർമെൻറ്റ്, അതുപോലെ തന്നെ കൺവേർഷൻ, അതിനെ മാറ്റം ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം ചെയ്യുക, അതുപോലെ തന്നെ യൂസ് ഓഫ് എനർജി, ആ ഒരു എനർജി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എൻവിറോൺമെൻറ്റിലും അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഓരോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ ഒരു നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് അതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് അതിനൊക്കെ നിയന്ത്രിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് ഓഫ് എഫക്റ്റീവ് എനർജി മാനേജ്മെൻറ്റ്, അതായത് നല്ലൊരു എഫക്റ്റീവ് എനർജി മാനേജ്മെൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ബിൽഡിംഗ് ഓൺ എനർജി എഫിഷ്യൻറ്റ് ബിസിനസ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം എനർജി കുറച്ച് യൂസ് ചെയ്യുന്ന മെഷീൻസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലാവുന്ന സമയത്ത് അവിടെ എനർജി നമ്മൾ വേസ്റ്റ് ചെയ്യാതെ വെക്കുക. നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം എനർജി യൂസ് ചെയ്യുക. വേണ്ട സമയത്തൊക്കെ നമ്മൾ എല്ലാ മെഷീൻസും ഓഫാക്കിയിടുക, ലൈറ്റ്സ്, ഫാന്, ഇതൊക്കെ ആവശ്യമില്ലെന്നുണ്ടെങ്കിലൊക്കെ ഓഫാക്കിയിടാം. അതുപോലെ തന്നെ നമ്മൾ എനർജി വേസ്റ്റ് ആക്കാതെ അത് സേവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. രണ്ടാമതായിട്ട് വരുന്നത് എഫിഷ്യൻറ്റ് എനർജി പർച്ചേസിങ്. അതുപോലെ തന്നെ എനർജി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള എനർജീസ് മാത്രം പർച്ചേസ് ചെയ്യാം. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോസ്റ്റും കുറക്കാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇങ്ങനത്തെ സോളാർ, വിൻഡ്, ഇങ്ങനത്തെ ഒക്കെ ടൈപ്സ് ഓഫ്
പ്രൊഡക്ട്സ് വാങ്ങാം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോസ്റ്റ് കുറക്കാനും പറ്റും, അതുപോലെ തന്നെ എനർജി നമുക്ക് എത്രത്തോളം കുറക്കാനും പറ്റും. ഇപ്പോൾ സോളാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലോട്ടൊരു കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയണത് സ്മാർട്ട് എനർജി മാനേജ്മെൻറ്റ്. ഇവിടെ പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 100% ആയി കഴിഞ്ഞു, പക്ഷെ നമ്മളത് നമ്മളത് മറന്നിട്ടുണ്ടാകും. പക്ഷെ വീണ്ടും അതിൻ്റെ എനർജി പോയിക്കൊണ്ട് നിൽക്കുകയാണ്. വെറുതെ നമുക്ക് ചാർജ് ഫുള്ളായും ചെയ്തു, പക്ഷെ അതിൻ്റെ എനർജി വെറുതെ കളഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്മാർട്ടായിട്ടുള്ള ഗാഡ്ജറ്റ്സ് അവിടെ യൂസ് ചെയ്യുക, ലൈക്ക് സെൻസർ, ടൈമേഴ്സ്, അങ്ങനത്തെ ഇത് നമ്മളെ റിയലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൊഡക്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്ന പോയിന്റ് എലിമിനേറ്റ് വേസ്റ്റേജ്. നമുക്ക് വേണ്ടാത്ത നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് ആവശ്യത്തിന് മാത്രം എനർജി യൂസ് ചെയ്യുക, അൺനെസസറി ആയിക്കാണ്ട് ഒരിക്കലും നമ്മൾ എനർജി വേസ്റ്റ് ചെയ്യാതെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഈ ഫാന്, ലൈറ്റ്, ഇങ്ങനത്തെ ഇലക്ട്രിക് ആയിട്ടുള്ള നമുക്ക് എനർജി കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം, അനാവശ്യമായിട്ടുള്ളത് മാത്രം വാങ്ങാം. നെക്സ്റ്റ് റെഡ്യൂസ് ഡിമാൻഡ്. അതായത് എനർജി നമ്മൾ മാക്സിമം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ എംപ്ലോയീസിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ക്ലാസ് കൊടുക്കുക, എനർജിനെ കുറിച്ചിട്ട് ആവശ്യത്തെ സമയത്തൊന്നും അൺനെസസറി ആയിക്കാണ്ട് യൂസ് ചെയ്യാതെക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ കൊടുക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ എനർജി ആൻഡ് കാർബൺ റിഡക്ഷൻ. അതായത് ഇപ്പം നമ്മൾ എനർജി എന്നും നമുക്കവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ യൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ലൈക്ക് നമ്മൾ റിന്യൂവബിൾ, അതായത് ഇപ്പോൾ എനർജി നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ പോയി തേടാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫാക്ടേഴ്സ്, എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എനർജി മാനേജ്മെൻറ്റ് ഫാക്ടേഴ്സ്. ഇനി എനർജി മാനേജ്മെൻറ്റ് ടെക്നിക്കുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ആക്റ്റീവ്ലി റെഗുലേറ്റ് എനർജി യൂസ് ഇൻ റിയൽ ടൈം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, എനർജികളൊക്കെ മാക്സിമം വളരെ ചുരുക്കിക്കൊണ്ട് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക. മാക്സിമം അതിനെ നമ്മൾ അതിനെ വളരെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ യൂസാക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ബിൽഡിങ്സ്, അതുപോലെ തന്നെ ഓരോ പ്രൊഡക്ട്സൊക്കെ റിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജിൻ്റെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിവിടെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്, ടേക്ക് കൺട്രോൾ ഓഫ് വാട്ട് ഈസ് മെഷറബിൾ. അതുപോലെ തന്നെ നമുക്ക് അളക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ നിയന്ത്രണം കൊണ്ടുവരിക. പിന്നെ മൂന്നാമത്, ടേക്ക് കൺട്രോൾ ഓഫ് യുവർ എനർജി യൂസേജ്. നമ്മൾ ഇപ്പോൾ പറയുക എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലായിക്കാണ്ടും പേഴ്സണലായിക്കാണ്ടും യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുന്ന സംഭവം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നതിൽ കൺട്രോൾ കൊണ്ടുവരാൻ നോക്കുക. ഒരു ലിസ്റ്റ് നമ്മൾ എത്രത്തോളം, ഇപ്പോൾ നമ്മൾ ഒരാഴ്ചകളിലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിലോ ഒരു മാസത്തിലോ ഒരു വർഷത്തിലോ നമ്മളൊരു ലിസ്റ്റ് ഇട്ടിട്ട് മാക്സിമം നമ്മളത് കുറക്കാൻ നോക്കുക, അതിൻ്റെ യൂസേജ് കുറക്കാൻ നോക്കുക. നെക്സ്റ്റ് പോയിന്റ്, ക്രിയേറ്റ് എ കോംപ്രിഹെൻസീവ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് കണ്ട് തന്നെ ഒരു എനർജിനെ സേവ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ്, ഗെയിൻ ബൈ ഇൻ ആൻഡ് സപ്പോർട്ട് ഫ്രം ദ എക്സിക്യൂട്ടീവ് ടീം. അതായത് നമ്മൾ എനർജിനെ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കേസിലാണ് വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് മാത്രം വിചാരിച്ചുകൊണ്ട് എനർജിനെ സേവ് ചെയ്യാൻ പറ്റണമെന്നില്ല. മറിച്ച് അവിടെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള മാനേജേഴ്സും അവിടുത്തെ സീനിയർ ലെവലിലുള്ള എല്ലാ വർക്കേഴ്സും എന്ത് ചെയ്യണം, ഇതിന് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എനർജി മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ടേക്ക് റിസ്ക്. നമ്മളിപ്പോൾ ഒരു എനർജി സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ റിസ്കുകളൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് പോയിന്റ്, എ ട്രസ്റ്റഡ് ഫാക്കൽറ്റി മാനേജേഴ്സ് അബിലിറ്റി. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള മാനേജറും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആ ഒരു വർക്കേഴ്സും എന്താവണം, നമ്മൾ എനർജി സേവ് ചെയ്യാൻ ഒരു പ്ലാൻ മേക്ക് ചെയ്യാൻ കഴിവുള്ളവരാവണം. അപ്പോൾ എനർജി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഫെസിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാരായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, റീച്ച് ആൻ എഗ്രിമെൻറ്റ് വിത്ത് തേർഡ് പാർട്ടി മാർക്കറ്റേഴ്സ്. അതായത് നമ്മളൊരു എനർജി ബൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തേർഡ് പാർട്ടിയുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, ടേക്ക് ആക്ഷൻ വെൻ നെസസറി. അതായത് നമ്മൾ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം എനർജി യൂസ് ചെയ്യുക, അല്ലാത്തതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആക്ഷൻസ് എടുക്കുക. നെക്സ്റ്റ്, മേക്ക് എ പ്ലാൻ ഓഫ് ആക്ഷൻ. അതായത് നമ്മൾ
ആവശ്യമായിട്ടുള്ള നമുക്ക് എന്തൊക്കെയാണോ ആവശ്യതയുള്ളത് അതിൽ ഏതിലേക്കാണോ എനർജി വേണ്ടത് എന്നുള്ളൊരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുക, മേക്ക് ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ മെയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് കൊളാബറേറ്റ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദ നെക്സ്റ്റ് പോയിന്റ്, ബിൽഡിംഗ് സക്സസ്ഫുൾ എനർജി മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്. അതായത് നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സീനിയർ എംപ്ലോയി ഉണ്ടാക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇപ്പോൾ എനർജി മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടീംസിനെ ബിൽഡ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, സക്സസ്ഫുൾ ആവുകയാണ്. അങ്ങനെ സ്ട്രാറ്റജീസ് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ആ എനർജീനെ നമ്മൾ സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ബിഹേവിയറൽ അവയർനെസ് പ്രോഗ്രാം. അതായത് ഓരോ വ്യക്തികൾക്കും ഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുക്കുക. ഇപ്പോൾ എനർജി സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അതെങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, അതെങ്ങനെയൊക്കെ സേവ് ചെയ്യണം, അത് അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ട് ഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുക്കുക. പിന്നെ പറയുന്നത് ടെക്നോളജി ഇൻസ്റ്റാളേഷൻ ആൻഡ് ബിൽഡിംഗ് റിപ്പയേഴ്സ്. ഇത് പറയുമ്പോൾ പുതിയ ടെക്നോളജീസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണ വഴി നമ്മളിപ്പോൾ ബിൽഡിംഗ് ഒക്കെ റിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ എനർജി സേവ് ചെയ്തു പോകും. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് എനർജി ഓഡിറ്റ്. അപ്പോൾ എനർജി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിലോട്ട് നമുക്ക് അവിടേക്ക് വേണ്ടിയിട്ടുള്ള ഈ എനർജി ഫ്ലോകൾ, അതുപോലെ തന്നെ എത്രത്തോളം എനർജി കൺസർവേഷൻ വേണം എന്നതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു സർവേ നടത്തുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു കാരണം, ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ ഇൻപുട്ട് കുറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം അവിടെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ചെയ്യേണ്ടത്. അപ്പം അതാണ് എൻ്റെ എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് അഡ്വാൻറ്റേജസുകളാണ്, അല്ലെങ്കിൽ വൈ എനർജി ഓഡിറ്റ്, എന്തിനാണ് എനർജി ഓഡിറ്റ്, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത് ഡെവലപ്പ് ഡാറ്റാബേസ്. അവിടെ പറയുന്നത് ഇപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് അവിടുത്തെ എനർജി ഓഡിറ്റ് ചെയ്യണ വഴി അവിടുത്തെ എല്ലാ ഡാറ്റാസും നമുക്കവിടെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവിടെ എങ്ങനെ എനർജി യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ആ ഒരു എനർജി ഓഡിറ്റ് ഉണ്ടാക്കുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്, ഡിറ്റർമൈൻ വെദർ എനർജി ഈസ് ബീങ് യൂസ്ഡ് എഫിഷ്യൻ്റ്ലി. അതായത് നമ്മൾ ഇവിടെ എനർജി നല്ല രീതിയിലോട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം യൂസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു, നമ്മൾ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഒരു എനർജിൻ്റെ ഓഡിറ്റ് കണ്ടെത്തണം വഴി നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്തു, എത്രത്തോളം യൂസ് ചെയ്തു, ഏതിൻ്റെയൊക്കെ മേൽ യൂസ് ചെയ്തു എല്ലാം അത് മനസ്സിലാക്കാൻ പറ്റും. തേർഡ് പോയിന്റ്, ഐഡൻറ്റിഫൈ കോസ്റ്റ് സേവിങ്സ്. എവിടേക്കാണ് കോസ്റ്റ് സേവ്, ഈ ഒരു ഓഡിറ്റ് ഉണ്ടാക്കണം വഴി നമുക്ക് എവിടേക്കാണ് ഇനി ചിലവ് സേവ് ചെയ്യാനുള്ളത്, എത്രത്തോളം ഏതിൻ്റെയൊക്കെ മേലാണ് കൂടുതൽ ചിലവുണ്ടായി പോയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇനി വരുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വന്നതിലൊക്കെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റും. ഫോർത്ത് പോയിന്റ്, ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സേവിങ് എനർജി. അതായത് ഇങ്ങനെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന വഴി നമുക്ക് ഇനി കോസ്റ്റ് സേവ് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ടെക്നോളജിക്കൽ, അതായത് ഓരോ പ്രൊഡക്ട്സ് ഉണ്ട് എന്താണ് എനർജി സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഇപ്പോൾ സോളാർ അങ്ങനത്തെ പോലത്തെ ഓരോ ഹൈടെക് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ബൈ ചെയ്തുകൊണ്ട് നമുക്ക് എനർജിനെ മാക്സിമം നമുക്ക് ചുരുക്കാൻ പറ്റും. പിന്നെ പറയണത് ഹൈലൈറ്റ് പൊട്ടൻഷ്യൽ ഇംപ്രൂവ്മെൻറ്റ്സ് ടു എക്സിസ്റ്റിംഗ് സിസ്റ്റംസ്. അതായത് നമ്മൾ നമുക്ക് ഇങ്ങനെ ഒരു ഓഡിറ്റ് ചെയ്യുന്ന വഴി നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പൊട്ടൻഷ്യൽ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ എന്തെങ്കിലും കോസ്റ്റ് കൂടുതൽ വരുന്നുണ്ടോ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു AC, മോട്ടർ ഇങ്ങനത്തെ കേസിലേക്ക് നമുക്ക് എനർജി കൂടുതൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചുരുക്കാൻ അവിടെ പറ്റും, ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ വരുന്നത് അസിസ്റ്റ് ഇൻ പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. അതായത് ഓഡിറ്റ് കാണുന്ന വഴി നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലോട്ടുള്ള ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിനെ എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറൊരു ബിൽഡിങ് നമുക്ക് മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇതൊക്കെ നമുക്ക് ഈ ഒരു എനർജി ഓഡിറ്റിൻ്റെ ബേസിൽ നമുക്കിതൊക്കെ പ്ലാനിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനർജി ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇതിലൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഈസ് ഇനീഷ്യൽ കോസ്റ്റ്. അതായത് ഒരു എനർജി ഓഡിറ്റ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നത്തെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതിന് കോസ്റ്റ് നമ്മളവിടെ അറക്കണം. കാരണം
വലിയൊരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഹൈ ലെവലിലുള്ളൊരു ഹ്യൂജ് എമൗണ്ടിനടുത്ത് നഷ്ടപ്പെടും. അപ്പോൾ ഇത് കോസ്റ്റിൻ്റെ കേസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചെറുകിട ബിസിനസ്സുകൾ, അങ്ങനത്തെ ബിൽഡിങ്ങുകൾ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേമിലോട്ട് പോവേണ്ട നല്ല പ്രോഫിറ്റ് കിട്ടിക്കൊണ്ട് പോകുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും എനർജി ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ എനർജി ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇത്രത്തോളം ഒരു ഹൈ ലെവലിലുള്ള തുക ആവും എന്നതുകൊണ്ട് ഇത്രയും ലാഭകരമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ മേ ബി ഷോർട്ട് ടേമിലോട്ട് മാറ്റിപ്പോകും. അപ്പോൾ ഇത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത് കോംപ്ലക്സിറ്റി ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ചലഞ്ചസ്. അതായത് ഒരു എനർജി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്ന സമയത്ത് ആ ഒരു ബിൽഡിങ്ങിലുള്ള ഇപ്പോഴുള്ള സിസ്റ്റംസും അവിടുത്തെ പ്രൊഡക്ട്സും മെഷീൻസൊക്കെ അതിലൊക്കെ ചേഞ്ച് വരുത്തേണ്ട ആവശ്യം ഉണ്ടാകും. അങ്ങനെ ചേഞ്ച് വരുത്തുന്ന സമയത്ത് അത് ഫുൾ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൈസൻ്റെ കേസിലും എല്ലാം കൊണ്ടും അവിടെ നഷ്ടമായിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിക്കാണ്ട് വരുന്നത്. ടൈപ്സ് ഓഫ് എനർജി ഓഡിറ്റ്. ഫസ്റ്റ് വൺ, വാക്ക് ത്രൂ ഓർ പ്രിലിമിനറി ഓഡിറ്റ്. ഇതെന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഓഡിറ്റാണ്. ഇവിടെ ഒരു ബിൽഡിങ്ങിൽ നടന്നുകൊണ്ട് അവിടെ എന്തിലൊക്കെ നമ്മൾ ബില്ല് കൂടുതൽ, എനർജി ഏതിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ ഓഡിറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ അനാവശ്യമായി അൺനെസസറി ആയിക്കാണ്ട് നമ്മൾ എവിടെയൊക്കെ എന്തിനൊക്കെ നമ്മൾ എനർജി യൂസ് ചെയ്തുക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനുള്ള നിർദ്ദേശങ്ങൾ, ഓറിയൻറ്റേഷൻ അവർക്ക് കൊടുക്കുന്നു. അതായത് എങ്ങനെയൊക്കെ ഒരു എനർജി നല്ല രീതിയിലോട്ട് ചിലവാക്കി കൊണ്ടുപോകണം, അതായത് അൺനെസസറി ആകാതെ എങ്ങനെയൊക്കെ ചിലവാക്കണം എന്നുള്ള ആ ഒരു ഓറിയൻറ്റേഷനും ഒക്കെ ഇതിൽ കൊടുക്കും. അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത് ഡീറ്റെയിൽഡ് ഓർ കോംപ്രഹെൻസീവ് ഓഡിറ്റ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിറ്റാണ് ഉണ്ടാവുക. അതായത് നല്ല വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് ഡീറ്റെയിൽഡ്, എല്ലാത്തിനും ഡീപ്പായിക്കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, എത്രത്തോളം എവിടേക്ക് എത്രത്തോളം എനർജി വേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതായത് ഒരു ബിൽഡിങ്ങിലുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ എത്രത്തോളം എനർജി യൂസ് ചെയ്യേണ്ടെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരെല്ലാതും ഓഡിറ്റ് ചെയ്തു വെക്കും. മൂന്നാമത് ടാർഗറ്റഡ് ഓർ ഫോക്കസ്ഡ് ഓഡിറ്റ്. ഇതെന്ന് പറയുമ്പോൾ അതായത് ഒന്നിനെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫിറ്റിങ്ങിനെ കുറിച്ചിട്ട്, അതായത് ഒരു പ്ലേസിൽ, അതായത് ഇപ്പോൾ മേ ബി അത് ലൈറ്റിംഗ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു പ്ലേസിൽ ഒരു ഫിറ്റിങ്ങിനെ കുറിച്ചിട്ട് അതിനെ പറ്റിയിട്ട് എനർജി ഓഡിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താവാം, ഒരു സിസ്റ്റം, ഒരു പ്രൊഡക്റ്റിൻ്റെ മേലാ, ഇപ്പോൾ AC അല്ലെങ്കിൽ മോട്ടർ, അങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലാവും അവർ ഓഡിറ്റ് ചെയ്യണത്. അങ്ങനെ ഇവർ ഒന്നിന് മാത്രം ലക്ഷ്യം ടാർഗറ്റ് ചെയ്യുക, ഒന്നിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ എത്രത്തോളം എനർജി വേസ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുക. ഇതാണ് ടാർഗറ്റ് ഓർ ഫോക്കസ്ഡ് ഓഡിറ്റ്. നാലാമത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ഓഡിറ്റ്. ഇവിടെ എന്ന് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഭയങ്കര കർശനവും അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസാണ്, ഡാറ്റാസാണ് ഇതിലുണ്ടാവുക. അതായത് ഇത് ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാസ് ആയിരിക്കും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക. അതായത് ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ഈ ഒരു എനർജി യൂസ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയൊക്കെ സേവ് ചെയ്യണം, എത്രത്തോളം കോസ്റ്റ് ഇതിൽ നിന്ന് സേവ് ചെയ്യണം, ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളായിരിക്കും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ഓഡിറ്റിൽ ഡാറ്റ ഒരു കണക്കാക്കാം. അഞ്ചാമത് ജനറൽ ഓർ മിനി ഓഡിറ്റ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വാക്ക് ത്രൂ ഓഡിറ്റിനേക്കാൾ വിശദീകരണം ഉള്ളതും എന്നാൽ ഡീറ്റെയിൽഡ് കോംപ്രഹെൻസീവ് ഓഡിറ്റിനേക്കാൾ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് അല്ലാത്തൊരു ഓഡിറ്റാണ് ജനറൽ ഓർ മിനി ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ എനർജി യൂസ് ചെയ്തതിൻ്റെ ബില്ലുകൾ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഡാറ്റാസ് ഇൻവോൾവ് ചെയ്യിക്കും. അതായത് വാക്ക് ത്രൂ എന്ന് പറയുന്നത് ജസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കണ്ടെത്തുന്നതായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, വാക്ക് ത്രൂവിനേക്കാൾ ഇൻഫർമേഷൻസ് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യും. എന്നാലോ കോംപ്രഹെൻസീവ് ഓഡിറ്റിൻ്റെ അത്ര നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യില്ല. അപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് പോയിട്ടുള്ള എനർജി ബില്ലുകൾ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതാണ് ജനറൽ ഓർ മിനി ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അത്തരം ബില്ലുകൾ കൂടുതൽ അവർ എത്രത്തോളം അൺനെസസറി ആയിക്കാണ്ട് എനർജി യൂസ് ചെയ്തുകൊണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ അതിൽ ഓഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് എങ്ങനെ എനർജി യൂസ് ചെയ്യണം എന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. എങ്ങനെ വേസ്റ്റേജ് ആക്കാതെ ചെയ്യണം, അങ്ങനെ എല്ലാത്തിനും വേണ്ടിയുള്ള ഓറിയൻറ്റേഷൻ അവർക്ക് അവിടെ കൊടുക്കും. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് എനർജി ഓഡിറ്റ്.
നെക്സ്റ്റ് എനർജി ഓഡിറ്റിങ്ങിൻ്റെ പ്രോസസ്സാണ്. അതിൽ ഫസ്റ്റ് വൺ ഇനീഷ്യൽ അസസ്മെൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് സെറ്റിംഗ്. അതായത് നമുക്കതിന് ഫസ്റ്റ് നമുക്ക് ലക്ഷ്യം എന്തിനാണ് ഈ ഓഡിറ്റ്, നമ്മൾ ഏതിൻ്റെ പേരിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യണം. അതായത് ഒന്നുകിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൽ എന്തെങ്കിലും സിസ്റ്റത്തിൻ്റെ പേരിലോ, അങ്ങനെ ഏതിൻ്റെ കേസിലാണ് ഇവിടെ എനർജി ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്തണം. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു എനർജി ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല ആൾക്കാരുമായിട്ടും നമ്മൾ സംസാരിച്ചിട്ട് വേണം ഇതിലോട്ട് എത്താനുള്ള ആ ഒരു ഇത് വരേണ്ടത്. ഇങ്ങനെ ഓഡിറ്റ് നമുക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രോസസ്സിലോട്ട് എത്താം. രണ്ടാമത് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയുള്ള എല്ലാ, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ പേരിലാണെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് മൊത്തത്തിലാണെങ്കിൽ അവിടെയുള്ള എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്യണം. ഇപ്പോൾ എത്രത്തോളം എനർജി അവിടെ അവർ മാക്സിമം നെസസറി ആയിക്കാണ്ടും അൺനെസസറി ആയിക്കാണ്ടും അവർ വേസ്റ്റ് ആക്കിക്കൊണ്ടെന്നുള്ള കാര്യം ഫുൾ ഡാറ്റാസ് കളക്ട് ചെയ്യണം. അതായത് ഒരു 12 to 24 മാസങ്ങളിലെ ബിൽസ്, അതായത് എനർജി ബിൽസിൻ്റെ ബേസിലാണ് അവർ ഓരോ ഡാറ്റാസും കളക്ട് ചെയ്യുക. അതായത് ഏതൊക്കെ സിസ്റ്റത്തിൻ്റെ പേരിലാണ് ഇവർ ഇത്രത്തോളം എനർജി യൂസ് ചെയ്തിരിക്കുന്നത്, ഏതിൻ്റെയൊക്കെ പേരാണ് അൺനെസസറി ആയിക്കാണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നെസസറി ആയിക്കാണ്ടും അൺനെസസറി ആയിക്കാണ്ടും ഒക്കെ അവരുടെയും ഡാറ്റ കളക്ട് ചെയ്യും. മൂന്നാമത് പ്രിലിമിനറി അനാലിസിസ്. അങ്ങനെ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഈ ഒരു ബിൽഡിങ്ങിന് സമാനമായിട്ട് മറ്റൊരു ബിൽഡിങ്ങുമായിട്ട് കമ്പാരിസൺ ചെയ്യും. അതായത് ഇവരുടെ ഈ ഒരു എനർജി ബില്ലുകൾ, കഴിഞ്ഞ മാസങ്ങളിലെ ബില്ലുകൾ വെച്ചിട്ട് ഇവരുടെ സമാനമായിട്ടുള്ള ഓരോ ബിൽഡിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരെ ബിൽഡിങ്ങിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അൺനെസസറി ആയിക്കാണ്ട് എനർജി യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ എവിടേക്കാണ് ഇവർ എനർജി യൂസ് ചെയ്തിട്ടുള്ളത്, എന്തിനൊക്കെയാണെന്നുള്ളതൊക്കെ ഇവർ ഒരു പ്രിലിമിനറി അനാലിസിസ് ചെയ്യും. മറ്റുള്ള ഒരു ബിൽഡിങ്ങിനെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് ഇവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് ഓൺ സൈറ്റ് ഇൻസ്പെക്ഷൻ. ഇത് പറയുമ്പോൾ ആ ഒരു ബിൽഡിങ് മൊത്തം ചുറ്റിയിട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നോട്ടീസ് ചെയ്യുന്നു. അതായത് ഇവർ എവിടൊക്കെ എനർജി യൂസ് ചെയ്യുന്നുണ്ട്, എവിടൊക്കെ അൺനെസസറി ആയിക്കാണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് എത്രത്തോളം ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരോട് കോൺവെർസേഷൻ ചെയ്യും. അതായത് ഇവരൊരു കാര്യക്ഷമത ഇല്ലാതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഡയറക്റ്റ് ആയിട്ട് പറയുന്നു. അങ്ങനെ ഒരു ഇൻട്രാക്ഷനൊക്കെ അവർ സംസാരിക്കും. നെക്സ്റ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ്. അങ്ങനെ ഓൺ സൈറ്റ് ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ ഡീറ്റെയിൽഡ്, അവരെല്ലാതും കൊണ്ട് അവർ വിലയിരുത്തിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലോട്ട് അവർ പോരണം. നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഊർജം, അതായത് എനർജി ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവർ അവിടെ ശുപാർശ കൊടുക്കുക, ഓരോ റെക്കമെൻഡേഷൻ കൊടുക്കുക. അതായത് പഴയ സിസ്റ്റംസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ്, പഴയ മെഷീൻസ് ഇതൊക്കെ മാറ്റിക്കൊണ്ട് ഈ പഴയതൊക്കെ പെട്ടെന്ന് നമ്മളെ എനർജി വലിച്ചെടുക്കും. അപ്പോൾ അതൊക്കെ അത് മാറ്റിക്കാണ്ട് പുതിയത് വെക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. പിന്നെ റിപ്പോർട്ടിങ്, അതായത് ഇവരെല്ലാ കണ്ടെത്തിയ, അതായത് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് എല്ലാ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് അവരെന്തൊക്കെ ശുപാർശകൾ കൊടുത്തു, അതുപോലെ എന്തൊക്കെ അവിടുന്ന് കണ്ടെത്തി എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ. അങ്ങനെ ഇവർ കൊടുത്ത ശുപാർശകളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്, എനർജിയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാണ്, ആ ഒരു പ്ലാനിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. പിന്നെ മോണിറ്ററിങ് ആൻഡ് വെരിഫിക്കേഷൻ. അങ്ങനെ മോണിറ്ററിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവർ കൊടുത്ത ഈ ഒരു പ്ലാൻ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു. ഇവർ ഈ പറഞ്ഞ മാതിരി ചെയ്യുന്നുണ്ടോ, അങ്ങനെ അവരൊന്ന് ബാക്കിൽ നിന്ന് നോക്കുക. ലൈക്ക് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അവരറിയാതെ നോക്കുന്നു. അങ്ങനെ വെരിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇവരിതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വെരിഫിക്കേഷൻ ചെയ്യുന്നു. അപ്പം ഇതാണ് ഒരു ഓഡിറ്റിൻ്റെ പ്രോസസ്സ്. അപ്പോൾ മൊഡ്യൂൾ 2 ഇതാണ് രണ്ടാമത്തെ പാർട്ട്. എനർജീൻ്റെ കീഴിൽ വരുന്ന എല്ലാ പോർഷൻസും ഈ ഒരു പാർട്ടിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഒരു വീഡിയോക്കും കൂടി ഉള്ളതുണ്ട്, നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.